മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട മറ്റ് സംസ്കാര ചടങ്ങുകളുടെ കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. വിവരങ്ങളുമായി ജിബിൻ ചേരുകയാണ്. ജിബിൻ, ഇനി പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംസ്കാര ചടങ്ങുകൾ എപ്പോൾ നടക്കും? ഒപ്പം തന്നെ നാളെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ആ തരത്തിലുള്ള സമഗ്രമായ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും തന്നെ മനു, ഇപ്പോൾ ബസിലിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വത്തിക്കാൻ്റെ കൗൺസിൽ ചേരും, കർദിനാൾമാരുടെ യോഗം ചേരും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമ തീരുമാനമുണ്ടാകുക. ഇപ്പോൾ നിലവിൽ വത്തിക്കാനിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ചാപ്പലിൽ കൊണ്ടുവന്ന് അവിടെ ശുശ്രൂഷകൾ നടക്കുന്ന നിലയിൽ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനാ ശുശ്രൂഷകളും മറ്റുമൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വത്തിക്കാൻ കൗൺസിൽ ചേർന്ന ശേഷമാണ് ഏത് നിലയിൽ വേണം മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഏത് നിലയിൽ വേണമെന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാകുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം നിലവിൽ അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ലളിതമായ ചടങ്ങുകളോട് കൂടി മാത്രമേ നടക്കാവൂ എന്നുള്ള ഒരു നിർദ്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഈ ചടങ്ങുകൾ ഏത് നിലയിൽ വേണം, ഏതൊക്കെ നിലകളിലായിരിക്കണം, 4 മുതൽ 6 ദിവസം വരെയാണ് നിലവിൽ ഈ മാർപ്പാപ്പന്മാരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുക. എന്നാൽ ഈ ചടങ്ങുകൾ 4 ദിവസത്തിനുള്ളിൽ നടത്തണമോ അതോ 6 ദിവസത്തിനുള്ളിൽ നടത്തണമോ എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനം ഇന്ന് ചേരുന്ന ഈ വത്തിക്കാൻ കൗൺസിലായിരിക്കും ഈ ഒരു തീരുമാനം ഉണ്ടാകുക. ബുധനാഴ്ചയോടുകൂടി തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. നിലവിൽ ഈ സംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫാരൽ നേതൃത്വം നൽകുമെന്നുള്ളൊരു കാര്യം കൂടി ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ നിലവിൽ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ മാർപ്പാപ്പന്മാരടങ്ങുന്ന സംഘം ഇപ്പോൾ ഈ കർദിനാൾമാരടങ്ങുന്ന സംഘം നിലവിൽ ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, വത്തിക്കാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സാന്നിധ്യത്തിൽ നിലവിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ഒരു യോഗം ചേരുകയും വത്തിക്കാൻ കൗൺസിൽ ചേരുകയും അതിനുശേഷം മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന്. ശരി, അതാണ് നമുക്ക് അറിയേണ്ടത്. ഇനിയിപ്പോൾ എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനമായും അറിയാനുള്ളത്. വൈകുന്നേരം വത്തിക്കാൻ കൗൺസിൽ ചേരും, കർദിനാൾമാരുടെ കൗൺസിൽ ചേരും. അതിലൊരു തീരുമാനം സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളാണ് ഇപ്പോൾ ജിബിൻ നമുക്ക് നൽകിയത്.